കാർഷിക വാർത്തകൾ. നാടൻ കുരുമുളക് വരവ് കുറഞ്ഞു. വിപണിയിൽ സജീവമായി ഇറക്കുമതി കുരുമുളക്. റെക്കോർഡ് പ്രകടനങ്ങൾക്ക് ശേഷമുള്ള സാങ്കേതിക തിരുത്തലിലാണ് കുരുമുളക്. കാർഷിക മേഖലയിൽ നിന്നുള്ള നാടൻ ചരക്ക് വരവ് കൊച്ചിയിൽ കുറവാണ്. വിദേശ ചരക്കുമായി കലർത്തി മധ്യവർത്തികൾ കുരുമുളക് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ട്. ഉയർന്ന ലാഭം കണക്കുകൂട്ടിയാണ് ഈ നീക്കം. ശ്രീലങ്ക വഴി എത്തിച്ച വിയറ്റ്നാം കുരുമുളക് നാടൻ കുരുമുളകുമായി കലർത്തിയാണ് പലരും വിൽക്കുന്നത്. മലബാർ കുരുമുളക് വില ടണ്ണിന് $8,600, ശ്രീലങ്ക നിരക്ക് $7,300. സ്റ്റോക്കുള്ള കാലപ്പഴക്കം വന്ന ചരക്കുകളും ചില കേന്ദ്രങ്ങൾ വിൽപ്പനയ്ക്കിറക്കിയതായി സൂചനയുണ്ട്. ഇത്തരം നീക്കം വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്ന ആശങ്കയിലാണ് കാർഷിക മേഖല. കാലവർഷത്തിനു മുന്നേ പരമാവധി ചരക്ക് കേരളത്തിൽ നിന്നും ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് ഉത്തരേന്ത്യക്കാർ. ജലാംശം കുറഞ്ഞ കുരുമുളക് മഴയ്ക്ക് മുന്നേ അവരുടെ ഗോഡൌണുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പല വൻകിട കറിമസാല വ്യവസായികളും. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 68,500 രൂപയായി താഴ്ന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെള്ളായണി കാർഷിക കോളേജിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗ്രാമോദയ കർഷക സഹവാസ പരിപാടിക്ക് സമാപനമായി. ഗ്രാമീണ കർഷകരോടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുകയായിരുന്നു വെള്ളായണി കാർഷിക കോളേജ് വിദ്യാർത്ഥികൾ. കർഷകർക്ക് വിളവ് വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്ന കാർഷിക രോഗ കീട നിർണയ ക്യാമ്പുകൾ വിവിധ പ്രദേശങ്ങളിലായി സംഘടിപ്പിച്ചു. വാഴയിലെ വണ്ട്, കപ്പയിലെ പൂപ്പൽ രോഗം, പച്ചക്കറികളിലെ വാട്ടവും പുഴു ആക്രമണവും, റബ്ബറിലെ ടാപ്പിംഗ് പാനൽ, ഡ്രൈനെസ്റ്റ് എന്നിവയാണ് പ്രാദേശിക കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. 200-ലേറെ കർഷകർക്ക് സഹായമേകാൻ അഗ്രി ക്ലിനിക്കിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. വെള്ളായണി കാർഷിക കോളേജും കൃഷിഭവനും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടിയിൽ മണ്ണ് പരിശോധന, ഗ്രാമീണ വിശകലന പരിപാടി, അഗ്രി ക്ലിനിക്, അടുക്കളത്തോട്ട നിർമ്മാണം, കാർഷിക സെമിനാറുകൾ, പരിശീലന പരിപാടികൾ ഉൾപ്പെടെ നിരവധി കാർഷിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. അഗ്രി ക്ലിനിക്കിനൊപ്പം ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, മൈക്രോഗ്രീൻ നിർമ്മാണം, ചെറുധാന്യ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ചെറുതേനീച്ച കൃഷി, കൂൺ കൃഷി എന്നിങ്ങനെ 15-ലധികം പ്രായോഗിക പരിശീലന പരിപാടികൾ വഴി നിരവധി കർഷകർക്ക് അറിവ് പകർന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർക്ക് UK-യുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തൽ. വിപണി വീണ്ടെടുക്കാനും സാന്നിധ്യം വർദ്ധിപ്പിക്കാനും സഹായിച്ചേക്കാം. അമേരിക്കയുമായുള്ള താരിഫ് പ്രതിസന്ധിയാണ് UK-യുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നേട്ടമാക്കി മാറ്റുന്നത്. കരാറിലൂടെ ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർക്ക് ആഗോള വിപണിയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും വിപണി വിഹിതം വീണ്ടെടുക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാനും വർഷങ്ങളായി UK-യിലേക്കുള്ള കയറ്റുമതി കുറയുന്ന പ്രവണതയാണുള്ളത്. മറ്റ് രാജ്യങ്ങളുമായുള്ള കിടമത്സരമാണ് പ്രധാന കാരണം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ UK-യിലേക്കുള്ള ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതി $104.10 മില്യൺ താഴ്ന്നു. UK-യിലേക്കുള്ള മൊത്തം ഇന്ത്യൻ കയറ്റുമതിയുടെ 1% താഴെയാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമുദ്രോൽപ്പന്ന വിപണികളിലൊന്നാണ് US. എന്നാൽ പരസ്പര താരിഫുകൾ മൂലം ഇന്ത്യയുടെ ചെമ്മീൻ കയറ്റുമതി തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രീമിയം ബസുമതി അരിക്ക് ആഗോള വിപണിയിൽ ഡിമാൻഡ് ഉയരുന്നു. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഇത് നേട്ടമാകും. നീളമുള്ളതും സുഗന്ധവുമുള്ള ബസുമതി അരിക്ക് ആഗോള വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. ബസുമതി അരി വിപണിയുടെ വലിപ്പം 2027 ആകുമ്പോഴേക്കും $31.6 ബില്യൺ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. ആരോഗ്യകരവും ഉയർന്ന നിലവാരമുള്ളതുമായ ധാന്യങ്ങളോടുള്ള ആഗോള താൽപര്യം വർദ്ധിക്കുകയാണ്. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ലോകത്തിലെ മുൻനിര ബസുമതി അരി വിതരണക്കാരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ഒരു സുവർണ അവസരമാണ് നിലവിലുള്ളതെന്നാണ് വിലയിരുത്തൽ. കുറഞ്ഞ ഗ്ലൈസമിക്, ഗ്ലൂട്ടൻ അളവുകൾ, പോഷക സമ്പുഷ്ടം എന്നിവയാണ് മുന്തിയ ബസുമതിയോടുള്ള പ്രിയം വർദ്ധിക്കാൻ കാരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കന്നുകാലികളിൽ ട്രിപ്പ് രോഗം പടരുന്നു. ആശങ്കയിൽ ക്ഷീരമേഖല. പശുക്കളുടെ രക്തത്തെ ബാധിക്കുന്ന ട്രിപ്പനോസോമ ഇവാൻസി എന്നുപേരുള്ള പ്രോട്ടോസോവ രോഗാണു വിഭാഗത്തിൽ ഉൾപ്പെടുന്ന രക്തപരാതമാണ് ട്രിപ്പ് രോഗം ഉണ്ടാക്കുന്നത്. ഉത്തരേന്ത്യയിൽ എരുമകൾക്കും പോത്തുകൾക്കും ഇടയിൽ ഈ രോഗം വ്യാപകമായി കാണുന്നുണ്ടെങ്കിലും കേരളത്തിൽ അപൂർവമായിരുന്നു. കടിയീച്ചകൾ വഴി രോഗം എളുപ്പം പകരും. കടിയീച്ചകളുടെ എണ്ണം വർദ്ധിക്കുന്ന മഴക്കാലത്താണ് രോഗത്തിന് ഏറ്റവും സാധ്യത. കഠിനമായ പനിയും ശരീരഭാരം കുറയലും ക്ഷീണവുമാണ് രോഗാരംഭത്തിലെ ലക്ഷണങ്ങൾ. കറവ പശുക്കളുടെ ഉൽപ്പാദനം വൻതോതിൽ കുറയും. അതിർത്തി കടന്ന് കന്നുകാലികടത്ത് വ്യാപകമായതോടെയാണ് ട്രിപ്പനോസോമ പോലെയുള്ള രോഗാണുക്കളും കേരളത്തിലെ പശുക്കളിൽ കൂടുതലായി കണ്ടുവരാൻ തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.